പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഓട്സ് കൊണ്ടുള്ള നല്ലൊരു റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഓട്സ് കഴിച്ച് മടുത്തവർക്ക് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നല്ല ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം. അതിനുവേണ്ടി ഞാനിതവിടെ ഒരു അര കപ്പോളം ഓട്സ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ട് ഒന്നങ്ങ് പൊടിച്ചെടുക്കാം. ഒരുപാട് ഫൈനായിട്ട് പൊടിച്ചെടുക്കണമെന്നൊന്നുമില്ല, ഒന്നങ്ങ് ക്രഷ് ചെയ്തെടുത്താലും മതിയാവും. പൊടിച്ചെടുത്ത ഓട്സ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു അരക്കപ്പ് പാലൊഴിച്ച് ഇതൊന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കണം. ഇളം ചൂടുള്ള പാലാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ശേഷം ഒരു 5 മിനിറ്റോളം ഒന്ന് കുതിരാനായിട്ട് മാറ്റി വെച്ചാൽ മതിയാവും. നമുക്കിതിലേക്ക് കുറച്ച് വെജിറ്റബിളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ആ ഒരു സമയം വരെ കുതിർത്ത് വെച്ചാൽ മതി. മൂടി വെച്ച് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി മറ്റൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ ഒരു ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു തക്കാളി കട്ട് ചെയ്തതും ഒരു സവോളയുടെ പകുതി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 കോഴിമുട്ടയാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ എടുത്ത ഈ ഒരു ഓട്സിൻ്റെയും വെജിറ്റബിളിൻ്റെയും അതുപോലെ തന്നെ 2 കോഴിമുട്ടയുടെയൊക്കെ അളവിൽ നമുക്കൊരു 6 ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇതിലും കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഈ ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് കൂട്ടിയെടുത്താൽ മതി. വെജിറ്റബിളൊക്കെ റെഡിയാക്കിയെടുത്ത ആ ഒരു സമയം കൊണ്ട് ഇതാ നമ്മുടെ ഓട്സൊക്കെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി വെജിറ്റബിളും കോഴിമുട്ടയൊക്കെ മിക്സ് ചെയ്ത് വെച്ച ആ ഒരു കൂട്ട് നമുക്ക് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു ദോശ ബാറ്റർ ഒരുപാട് ലൂസായി പോവാൻ അതുപോലെ തന്നെ ഒരുപാട് കട്ടിയാവാനും പാടില്ല. ഒരു മീഡിയം തിക്നെസ്സിലാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ഓട്സ് കുതിർത്തെടുക്കുമ്പോൾ പാല് അതിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. പിന്നെ വെജിറ്റബിളിലുള്ള വെള്ളവും അതുപോലെ തന്നെ കോഴിമുട്ടയൊക്കെ കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ലൂസായി കിട്ടും. എന്നിട്ട് മിക്സ് ചെയ്ത് നോക്കിയതിന് ശേഷം തിക്കായിട്ടാണ് ഉള്ളതെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പാലൊഴിച്ച് കൊടുത്താൽ മതി. ഈ സമയത്ത് പാലിന് പകരം ചെറു ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്താലും മതിയാവും. ഞാനിപ്പോൾ ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ പാൽ കൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ദാ ഇത്രയൊരു ലൂസിലാണ് കേട്ടോ നമുക്ക് ബാറ്റർ വേണ്ടത്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല, ഉടനെ തന്നെ ദോശ ചുട്ടെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ ഒരു പാന് ചൂടാക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കുക. ശേഷം ഒരു 1.5 തവി ബാറ്റർ ഒഴിച്ച് കൊടുത്ത് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 3-4 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. മുകൾ ഭാഗമൊക്കെ ഒന്ന് ഡ്രൈ ആയി വന്ന് കഴിയുന്ന സമയത്ത് മൂടി തുറന്ന് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചെറുതീയിൽ വെച്ച് മറുഭാഗവും ചെറുതായിട്ടൊന്ന് മൊരിയിപ്പിച്ചെടുത്ത ശേഷം നമുക്ക് ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഞാൻ ചുട്ടെടുക്കുന്നുണ്ട്. ഓട്സ് എപ്പോഴും കഴിക്കുന്ന രീതിയിൽ നിന്നും കുറച്ച് വ്യത്യാസമായിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. വെജിറ്റബിളും കോഴിമുട്ടയും പാലും ഒക്കെ കൂടെ ചേർന്ന് വരുമ്പോൾ ഓട്സിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് അറിയേയില്ല. നല്ല രുചിയാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.